ഹായ്, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്ന് ഗ്യാസും കറണ്ടും ഒന്നും ഉപയോഗിക്കാണ്ടൊരു ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു ചിക്കൻ കറിയും കാബേജ് വറവും നെയ്ച്ചോറുമാണ് ഇന്നത്തെ നമ്മളെ ഭക്ഷണം. ഗ്യാസിന് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്? 3 കല്ലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് വിറകും മതി. കുറച്ച് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും ജീവിച്ച് പോകാം. ഇന്നത്തെ തലമുറക്കൊന്നും ഇതൊന്നും ആലോചിക്കാനേ പറ്റാത്ത കാര്യമായിരിക്കും. അതുകൊണ്ടില്ലേ, നമുക്ക് കൊച്ചുമക്കളോ നമ്മളെ മക്കളോടെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും, ഇങ്ങനെയെല്ലാം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്നെല്ലാം കാണിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളൊക്കെ ചെറുപ്പകാലത്തുണ്ടല്ലോ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയണ്ട. അവർക്കൊരു മൊബൈൽ കിട്ടിയാൽ അതും കൊണ്ട് അങ്ങ് കളിച്ചിരുന്നാൽ മതി, ഒന്നും അറിയണ്ട. നമ്മളെ അടുക്കളയിൽ വിറക് കത്തിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് പുറത്ത് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പുറത്ത് കുറേ മുമ്പേ ഒരു വിറകിടാനുള്ള ആല ഉണ്ടാക്കിയിരുന്നു. അതിൽ കുറേ വിറകും ചകരിയും ചിരട്ടയും എല്ലാം ഉണ്ട്. അത് അന്ന് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് നമുക്കിന്നൊരു ഉപകാരമായി. അല്ലെങ്കിൽ വിറകും അന്വേഷിച്ച് നടക്കണ്ടേ ഗ്യാസ് ഇല്ലെങ്കിൽ. അങ്ങനെ നമ്മളെ ഉള്ളി മുറിച്ച് ചിക്കനെല്ലാം മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി 2 തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് ഒരു സിമ്പിൾ കറിയാണ് ചിക്കൻ കറി. അല്ലാണ്ട് മോഡലൊന്നല്ലേ. ഇതാ നോക്ക്, അങ്ങനെ ഇതാ എത്ര എളുപ്പത്തിൽ നമ്മൾ തീ കത്തിച്ചു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും ചിരട്ടയും ചകരിയും വിറകൊന്നും കളയണ്ടേ, എല്ലാം സൂക്ഷിച്ച് വെച്ചോ. ഏത് സമയത്തും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരും. ഗ്യാസിലുണ്ടാക്കുന്നതിൽ എത്രയോ സ്പീഡിൽ നമുക്കിതുണ്ടാക്കാം. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കാം. മാത്രമല്ല കിച്ചനും അഴുക്കാവുകയും ചെയ്യൂല. കിച്ചനും വൃത്തിയാക്കണ്ടല്ലോ കൂടുതൽ. ഇത് ചെറിയ ഏരിയയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യ സാധനമെല്ലാം കൊണ്ടുവച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ. നമ്മൾ ചിക്കൻ കറിക്കായി 1 കിലോ ചിക്കനും 3 ഉള്ളി 2-3 പച്ചമുളക് 2 തക്കാളി എല്ലാം എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നന്നായി വഴറ്റിയെടുത്തു. അതിന് ശേഷം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വഴറ്റിയ ശേഷം തക്കാളിയും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം മസാലയൊക്കെ ഇട്ട്, മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. മസാല എന്തൊക്കെ ചേർത്തെന്ന് പറയണ്ടേ. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി നന്നായി വഴറ്റി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മൂടി വെച്ച് നമ്മൾ വറവിന് കാബേജ് മുറിക്കാൻ പോയി. അടുപ്പ് ഊതുകയൊന്നും വേണ്ട കേട്ടോ. ചട്ടിയുടെ വലിപ്പം കണ്ടിട്ടായിരുന്നു നട്ടുണ്ടാ കേട്ടോ. നമ്മളിത് കുറേ ആളുകൾക്കും പരിപാടിയെല്ലാം ഉള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയാണ്. ഇപ്പോൾ പിന്നെ അടുപ്പിൽ വെക്കേണ്ടതുകൊണ്ട് മാത്രം ചട്ടി എടുത്തതാണ്. അങ്ങനെ നമ്മളെ കാബേജെല്ലാം അരിഞ്ഞ് പിന്നെ ഒരു സ്റ്റൗവിൽ നമ്മൾ നെയ്ച്ചോറിന് അരിയിട്ടിരുന്നു.
അതും അങ്ങനെ പതുക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പായതുകൊണ്ട് നമുക്ക് എന്തായാലും അടുപ്പിൽ വെക്കാൻ പറ്റില്ലല്ലോ, വിറകടുപ്പിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. വിറകടുപ്പിൽ വെച്ചാൽ എന്തായാലും നമുക്ക് പണി കിട്ടും. അങ്ങനെ കാബേജ് അരിഞ്ഞ് അതിനാവശ്യമായ ഉള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ വെന്ത അടുപ്പിൽ തന്നെ ഈ ഒരൊറ്റ അടുപ്പ് കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു. പിന്നൊരു കാര്യം കൂടി, കത്തിത്തീർന്ന വിറകിതാ ഇങ്ങനെ മാറ്റി വെച്ചേക്കണേ, അല്ലെങ്കിൽ പുകന്നെ ഭയങ്കര പുകയായിരിക്കും. ആ തീരെ അങ്ങ് പതുക്കെ അങ്ങ് വറവല്ലായിക്കോളും, കരിഞ്ഞു പോകാതെ അങ്ങ് ലെവലായി വരും കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.